ഇന്ന് പതിവ് പോലെ ഇവിടെ വന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ട്. കുറേ ഉണ്ടായിരുന്നു. എന്തെങ്കിലും വന്നപ്പോഴത്തേനും എല്ലാം കൂടെ പറന്നുപോയി. അപ്പോൾ പറയാനൊന്നുമല്ല, ഇന്ന് നല്ല പൊടിക്കാറ്റായിരുന്നു ഇവിടെ. പൊടിക്കാറ്റെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരുമ്പോഴും പൊടിക്കാറ്റുണ്ട്. അപ്പോൾ പൊടിക്കാറ്റ് വന്നപ്പോഴത്തേക്കിനും പൊടിക്കാറ്റുണ്ടെങ്കിൽ മാസ്ക് വെക്കണം. മാസ്ക് ഇല്ലെങ്കിൽ നമുക്ക് വല്ല ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. മാസ്കിൻ്റെ കാര്യം ഓർത്തപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. കൊറോണ സമയത്ത് ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ നാട്ടിൽ നിൽക്കുമ്പോൾ സമയത്ത് കൊറോണ ആയിട്ട് ഒരു പകുതിയൊക്കെ ആയ സമയത്താണ്. അപ്പം രാത്രി പകലൊന്നും പോകാൻ പറ്റത്തില്ല. രാത്രി ആയപ്പോഴത്തേക്കും ഒരു 12-12:30 മണിയായി. ഞാനെന്നാൽ ചൂണ്ടയിടാമെന്നോർത്ത് അങ്ങനെ ചൂണ്ടയൊക്കെ എടുത്ത് ഒരു 12-12:30 മണിയായപ്പോഴത്തേക്കിനും നേരെ പോയി മറ്റേ കായലമ്പത്ത് പോയി. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചില സ്ഥലങ്ങളൊക്കെ കാട് പോലെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നിരുന്നാൽ മീൻ കിട്ടും. അങ്ങനെയുള്ള സ്ഥലത്തേ കിട്ടത്തുള്ളൂ. ഈ തെളിഞ്ഞ സ്ഥലത്ത് കിട്ടത്തില്ല. അപ്പോൾ അവിടെ നല്ല ഇരുട്ടുക, വെട്ടവും ഒന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു മൊബൈലിൻ്റെ വെട്ടം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ മൊബൈലിൻ്റെ വെട്ടം അടിച്ചാണെങ്കിൽ പോയി എന്നാൽ മീൻ പിടിക്കാൻ വേണ്ടി അവിടെ ചെന്ന് എല്ലാം റെഡിയാക്കി അവിടെ ചെന്ന് ഇരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ തന്നെ ഒരാളവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട്, ആ കല്ലിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി നമ്മളെപ്പോലെ തന്നെ മീൻ പിടിക്കാമെന്ന് ആരെങ്കിലും ആണെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അറിയാവാ അവിടെ ഇരിക്കുമല്ലേ. അപ്പം അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഞാനും വന്നിരുന്നു. ഞാനും ഓർത്തുന്ന ഒറ്റയ്ക്ക് ഇരിക്കണ്ടല്ലോ എന്നോർത്ത്. ഇപ്പോൾ ഒരാൾ നിൽക്കുന്നില്ല, ഒരാൾ വന്ന് ചൂണ്ടയിടുകയല്ലേ. അപ്പോൾ അവരുടെ അടുത്തിരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല, അവിടെ അടുത്ത് നിൽക്കുക, അവരും ഉണ്ട്, നമ്മളുകൊണ്ട് നിന്ന് മീൻ പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് പുള്ളിയുടെ അടുത്ത് തന്നെ ഇരുന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് മാസ്ക് ഉണ്ട്, ഞാൻ മാസ്ക് വെച്ചാണ് പോയത്. അപ്പോൾ പുള്ളിക്കാരന് മാസ്ക് ഇല്ല. അപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ച്, ഈ കൊറോണ സമയത്ത് നിങ്ങൾ മാസ്ക് ഇല്ലാതെ ഇറങ്ങേണ്ട കാര്യമുണ്ടോ, നിങ്ങൾ മാസ്ക് വെച്ചുകൂടാന്ന് ചോദിച്ചു. അതെനിക്ക് മാസ്ക് എൻ്റെ കയ്യിലില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിലൊരു മാസ്ക് പോക്കറ്റ് പറഞ്ഞ് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ കയ്യിലെടുത്ത് കൊടുത്തപ്പോൾ പറഞ്ഞ് എനിക്ക് കൈ കൊണ്ട് മേടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അത് എനിക്ക് വെച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ ഓക്കെ, ഞാൻ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൈ കൊണ്ട് പിടിക്കാൻ പറ്റപ്പോൾ പുള്ളിയുടെ കൈ രണ്ടും ഇങ്ങനെ എന്തോ പുള്ളിയുടെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ച് തരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് മാസ്ക് എൻ്റെ കൈ കൊണ്ട് അങ്ങോട്ട് വെക്കാൻ പോയപ്പോഴത്തേക്കിനും ഞാനിങ്ങനെ അങ്ങോട്ട് രണ്ട് കൈ കൊണ്ടും പിടിച്ച് മാസ്ക് അങ്ങോട്ട് വെക്കാൻ വേണ്ടി ചെവിയിൽ കോർക്കാൻ വേണ്ടി നോക്കിയപ്പോഴേ ഈ ചെവി രണ്ടും കാണുന്നില്ല. ചെവി രണ്ടും ഇല്ല. ഞാൻ ചെവി ഇല്ലാത്ത മനുഷ്യൻ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും തോന്നിയില്ല. നമ്മളങ്ങനെ എപ്പോഴും പോകുന്ന കാരണം ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നത് നമുക്ക് വേറെ തോന്നിയില്ല. ചെവി രണ്ടും ഇല്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ കൊളുത്തുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇരുട്ട് കാരണം കാണുന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ മൊബൈലിൻ്റെ വെട്ടം അടിച്ചപ്പോൾ ചെവി രണ്ടും ഇല്ല. അങ്ങനെ ഞാൻ എന്നിട്ട് എനിക്ക് ഒന്നും തോന്നിയില്ല. ഞാനിങ്ങനെ വെച്ച് നല്ലപോലെ വെച്ചിട്ട് കൊളുത്തിയിടാൻ വേണ്ടി അങ്ങനെ ആ ഒരു മൈൻഡിലായി നിൽക്കുന്നത്. ഞാൻ കൊളുത്തിയിടാൻ വേണ്ടി പോയപ്പോഴത്തേക്കിനും ഇങ്ങനെ അങ്ങോട്ട് കാണിക്കുമ്പോഴത്തേക്കും ഒന്നുമില്ല, സംഭവം തലയുമില്ല അവിടെ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതെവിടെ പോയി, തലയുമില്ല. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും തൊട്ടടുത്തൊരു തെങ്ങുണ്ട്. ആ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് തെങ്ങ് ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നു. അപ്പോൾ എനിക്ക് സംഭവം മനസ്സിലായി, ഇത് വേറൊന്നുമല്ല, ഈ രാത്രിയൊക്കെ ഇരുട്ടത്ത് വരുന്ന സാധനം തന്നെയാണ്, വേറൊന്നുമല്ലെന്ന് മനസ്സിലായി. എനിക്ക് പേടിയും തോന്നിയൊന്നുമില്ല. ഞാനങ്ങനെ അവിടെ തന്നെ അങ്ങ് നിന്ന്. തെങ്ങിൻ്റെ ഭയങ്കര തെങ്ങൊക്കെ കിടന്ന് ഭയങ്കര കുലുങ്ങുക. നീ കണ്ടില്ല, ഇപ്പോൾ ഈ കിടന്ന ഓലക്കാല കിടന്ന് ആടുന്നില്ലേ എന്ന് പറഞ്ഞാൽ അവിടെ തെങ്ങ് കിടന്ന് മൊത്തത്തിൽ കിടന്ന് കുലുങ്ങുക. എന്നിട്ട് ചെറുപറ എന്തൊക്കെ തേങ്ങ വീഴുന്ന ഓലയൊക്കെ വീഴുന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും തെങ്ങിൻ്റെ കുലുക്കം എല്ലാം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും പുറകിലൊരു അനക്കം, എൻ്റെ നേരെ പുറകിലൊരു അനക്കം കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കാതെ ഞാൻ അറിയാവോ, എൻ്റെ ചൂണ്ട ഇങ്ങനെ ഇട്ടിരിക്കുക. ഈ ചൂണ്ട ഞാൻ ഇങ്ങനെ പൊക്കി ബാക്കിലേക്ക് ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു കൈ എൻ്റെ മേളിൽ കൂടെ വന്ന് അതിലിങ്ങനെ പിടിക്കുക. എന്നിട്ട് ഞാൻ അതിങ്ങനെ കാണിച്ചു, ഒറ്റ ആൾ കാണിച്ചപ്പോഴത്തേക്കും അവിടെ നിഴലുമില്ല, ഒന്നുമില്ല, എല്ലാം. അപ്പോൾ ഞാൻ പേടിച്ചില്ല. ഞാൻ ആരെയും കൊണ്ടുവരുന്നെങ്കിൽ അത് പേടിച്ച് തീർന്നു പോയേനെ. കൊണ്ടുവന്ന ആൾ പേടിച്ച് തീർന്നു പോയേനെ. നമുക്കങ്ങനെ പേടിയൊന്നുമില്ലാത്ത കാരണം കുഴപ്പമില്ല. അങ്ങനെ ആ ഒരു സംഭവം ഉണ്ടായി. ഞാൻ മാസ്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ കാര്യം ഓർത്തത്. സംഭവം ഒന്നുമില്ലെന്നേ. ചെവി അവിടെ നോക്കിയിട്ട് ചെവിയില്ല. ലാസ്റ്റ് വെച്ച് കൊടുക്കാമെന്ന് ഓർത്ത് ഇങ്ങനെ അങ്ങോട്ട് മാസ്ക് വെച്ച് ഇങ്ങനെ അമുക്കുമ്പോഴത്തേക്കിനും അവിടെ ഒരു സംഭവവും ഇല്ല, തല പോലും ഇല്ല. അതിൻ്റെ താഴോട്ടുള്ള മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു നിഴൽ പോലെ കാണുന്നുള്ളൂ. നല്ല ഇരുട്ടുമല്ലേ.
നിങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ ആ സമയത്ത് ഒന്ന് പറയണേ. കാരണം ഞാൻ ആ ഒരു സമയത്ത് ഞാൻ ധൈര്യപൂർവ്വം അങ്ങ് പിടിച്ച് നിന്നത് വരെ നമുക്ക് ഞാൻ എപ്പോഴും രാത്രി ചൂണ്ടിടാൻ പോകുന്നതാണ് കുഴപ്പമില്ല. നിങ്ങളായിരുന്നു എന്ത് ചെയ്തേനെ ആ ഒരു രാത്രിയൊക്കെ അങ്ങനെ ഒരു ചെവി പോലും ഇല്ലാത്ത മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അയ്യോ എന്തുവല്ലേ ഇത്. ആ ഓലയൊക്കെ കിടന്ന് കുലുങ്ങുന്ന കാണണമായിരുന്നു. സത്യം പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പേടിച്ച് അപ്പോഴേ തീർന്നു പോയാൽ. നമ്മൾ പിന്നെ എനിക്ക് ഡൗട്ട് വന്ന എപ്പോഴാണെന്നറിയാമോ, ചെവി ഇല്ലാഞ്ഞപ്പോഴും എനിക്ക് അത്ര തോന്നിയില്ല. ഇങ്ങനെ ഞാൻ പിടിച്ച് മേപ്പോട്ട് ഇങ്ങനെ പുറകെ വന്ന് എൻ്റെ നേരെ പുറകെ വന്ന് നിൽക്കുക. തിരിഞ്ഞ് നോക്കിയാൽ ചിലപ്പം എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തിരിഞ്ഞ് നോക്കിയില്ല. ഞാൻ ഇങ്ങനെ പിടിച്ച് അങ്ങോട്ട് മേപ്പോട്ട് ചൂണ്ട അങ്ങ് പൊക്കിയപ്പോഴത്തേക്കാണ് ഒരു ഇങ്ങനെ കൈയെന്ന് പറഞ്ഞാണ് ഞാൻ ഉണ്ടല്ലോ, അയ്യോ ഇത്രയും നീളമുള്ള കൈ ഞാൻ കണ്ടിട്ടില്ല ഇത്ര നല്ലതായിട്ട്. അങ്ങനെ ഒരു വല്ലാത്തൊരു സംഭവമായിപ്പോയി. നിങ്ങളൊക്കെയാണ് ആ പാതിരാത്രി അത് ഇരുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുട്ടാണ്. അത് മൊത്തം കാടാണ്. അവിടെ ആ കായലിൽ ഇറങ്ങി മൊത്തം കാടാണ്. അവിടെ ആരും കയറി ഇരുന്നപ്പോഴും അറിയത്തില്ല. ഇതുപോലത്തെ ഒരു സംഭവമാണ്. നിങ്ങളൊക്കെ എന്ത് ചെയ്തേനെ ആ ഒരു അവസ്ഥയിൽ കമൻറ്റ് ഇടണം കേട്ടോ. ഓക്കെ ബൈ. ഇനി അടുത്ത വേറൊരു ഇതുണ്ട്, അത് പിന്നെ പറയാം.